നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊടി സുനി ഉൾപ്പെടെയുള്ള ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ പോലീസിന്റെ സാന്നിധ്യത്തിൽ മദ്യം കഴിച്ചെന്ന കണ്ടെത്തലിനെ തുടർന്ന് 3 പോലീസുകാർക്ക് സസ്പെൻഷൻ. എയർ ക്യാമ്പിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ വൈശാഖ്, വിനീഷ്, വിഷ്ണു എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള പ്രതികളെ കഴിഞ്ഞ 17-ന് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയപ്പോഴാണ് സംഭവം നടക്കുന്നത്. കൊടി സുനിയെ കൂടാതെ മുഹമ്മദ് റാഫി, ഷിനോജ് എന്നീ പ്രതികൾ ഉണ്ടായിരുന്നതായാണ് വിവരം. ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടലിൽ മദ്യം കഴിക്കാൻ അവസരമൊരുക്കിയെന്നാണ് പരാതി. കൊടി സുനി ഉൾപ്പെടെയുള്ള ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ VIP-കൾ തന്നെയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ ഒരു സംഭവം. മുൻപും പല വിവാദങ്ങളും ഈ വധക്കേസിലെ പ്രതിയുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജയിലിൽ നിന്ന് ഉയർന്നു കേട്ടിട്ടുണ്ട്. കണ്ണൂർ ജയിലിലെ പല പ്രശ്നങ്ങളും വിവാദമാകുന്നതിനിടെയാണ് പോലീസിനെ വെട്ടിലാക്കി പുതിയ വിവരം കൂടി പുറത്തേക്ക് വരുന്നത്. പോലീസിന്റെ സാന്നിധ്യത്തിൽ മദ്യം കഴിച്ചെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഇപ്പോൾ 3 പോലീസുകാർക്ക് സസ്പെൻഷൻ നടപടി നേരിടേണ്ടി വന്നിരിക്കുന്നത്. നേരത്തെ കൊടി സുനി ജയിലിൽ ഫോൺ ഉപയോഗിച്ചതടക്കം പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ 21 മുതൽ കൊടി സുനി പരോളിലാണ്. 7-ന് സെൻട്രൽ ജയിലിൽ തിരിച്ചെത്തണം. ഇതിനിടെയാണ് പുതിയ വിവാദം. കൊടി സുനിക്ക് പരോൾ നൽകിയതും ഈ സംഭവത്തോടെ വിവാദത്തിലാവുകയാണ്. AR ക്യാമ്പിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ വൈശാഖ്, വിനീഷ്, ജിഷ്ണു എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള പ്രതികളെ കഴിഞ്ഞ 17-ന് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയപ്പോഴാണ് സംഭവം നടക്കുന്നത്. കൊടി സുനിയെ കൂടാതെ മുഹമ്മദ് റാഫി, ഷിനോജ് എന്നീ പ്രതികൾ ഉണ്ടായിരുന്നതായാണ് വിവരം. ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടലിൽ മദ്യം കഴിക്കാൻ അവസരമൊരുക്കിയെന്നാണ് കണ്ടെത്തൽ. പോലീസിനെതിരെ നടപടിയെടുക്കുമ്പോഴും അനധികൃതമായി പരോൾ അടക്കം നൽകി കൊടി സുനിയെ ആഗ്രഹത്തിനൊപ്പം വിടുകയാണ് സർക്കാർ. ഇത് തെളിയിക്കുന്നതാണ് ഈ ഒരു സംഭവം. അതായത് പ്രതിയാണെങ്കിലും ആഡംബര ജീവിതമാണ് ജയിലിനുള്ളിലും നടക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മദ്യം പോലീസുകാരുടെ ഒപ്പം അടക്കം ഇരുന്ന് കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ VIP പരിഗണനയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ട്, ഈ പല വിവാദങ്ങളും ഉയരുമ്പോൾ VIP പരിഗണന തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തെളിയിക്കുന്നതാണ് ഈ അവസാനത്തെ സംഭവം. പരോളിലിറങ്ങിയ സുനിക്കെതിരെ 12ഓളം കേസുകൾ നിലവിലുണ്ട്. ജയിൽ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് മാത്രമല്ല, ജയിലിനകത്ത് വെച്ച് കൊട്ടേഷൻ ഏർപ്പാടുകൾ നടത്തിയതും നാടിനറിയാം. പോലീസ് റിപ്പോർട്ട് തള്ളിയാണ് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടി സുനിക്ക് പരോൾ അനുവദിച്ചത്. പരോൾ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ച് സുനിയുടെ മാതാവ് മനുഷ്യാവകാശ കമ്മീഷന് അപേക്ഷ നൽകിയിരുന്നു. കമ്മീഷന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജയിൽ DGP പരോൾ അനുവദിക്കാൻ തീരുമാനമെടുത്തത്. പരോൾ ലഭിച്ചതോടെ കൊടി സുനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. കൊടി സുനി അടക്കം പ്രതികൾക്ക് മുമ്പും പരോൾ ലഭിക്കുകയും വിവാദമാവുകയും ചെയ്തിരുന്നു. പരോളിനിടയിലാണ് 2ാം പ്രതി കിർമാണി മനോജിനെ ലഹരി പാർട്ടി നടത്തിയതിനെ പിടികൂടിയത്. സ്ഥിരം കുറ്റവാളികൾ ഇന്ത്യൻ ശിക്ഷാ നിയമം 392 മുതൽ 402 വരെയുള്ള വകുപ്പുകൾ പ്രകാരം ശിക്ഷിക്കപ്പെട്ടവർ, ബലാത്സംഗ കേസ് പ്രതികൾ, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ, അപകടകാരികളായ തടവുകാർ, ഗുരുതര ജയിൽ നിയമലംഘനം നടത്തിയവർ, മാനസിക പ്രശ്നമുള്ളതും പകർച്ചവ്യാധിയുള്ളതുമായ തടവുകാർ, ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടവർ എന്നിവർക്ക് പരോൾ അനുവദിക്കരുതെന്നാണ് നിയമം. ഇതിനിടെയാണ് മദ്യപാന വിവാദത്തിൽ പോലീസിനെതിരെ നടപടി വരുന്നത്. ഉച്ചയ്ക്ക് കോടതി പിരിഞ്ഞപ്പോൾ സമീപത്തെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിച്ചു. ഈ സമയം പ്രതികളുടെ സുഹൃത്തുക്കൾ ഹോട്ടലിലെത്തി മദ്യം നൽകി. പോലീസിന്റെ സാന്നിധ്യത്തിൽ പ്രതികൾ മദ്യം കഴിക്കുകയും ചെയ്തു. സംഭവം പുറത്തു വന്നതോടെയാണ് അന്വേഷണം നടത്തി പോലീസുകാർക്കെതിരെ നടപടിയെടുത്തത്. മറ്റൊരാൾ ഇവർക്കായി കൊണ്ടുവന്ന മദ്യം പോലീസുകാർ വാങ്ങുകയും സുനിക്കും ഷാഫിക്കും കൈമാറുകയുമായിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ അടക്കം പുറത്തു വരികയും പരാതിയുടെ അടിസ്ഥാനത്തിൽ സംഭവം പരിശോധിച്ച് വകുപ്പ് തല നടപടി ഉണ്ടാകുകയുമായിരുന്നു. നേരത്തെ കൊടി സുനി ജയിലിൽ ഫോൺ ഉപയോഗിച്ച സംഭവം വിവാദമായിരുന്നു. അതുമാത്രമല്ല, കൊടി സുനി കണ്ണൂർ ജയിലിനുള്ളിലിരുന്ന് കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചതും പ്രവാസിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതും ഹവാല പണമിടപാട്, സ്വർണ്ണക്കടത്ത് നിയന്ത്രിച്ചതും വരെ ഇതിനു മുൻപ് പുറത്തു വരികയും വിവാദമാവുകയും ചെയ്തിട്ടുണ്ട്. കൊടി സുനിക്ക് പരോൾ അനുവദിച്ചതും വിവാദമായിരുന്നു. എന്നിട്ടും കൊടി സുനിക്ക് ഇപ്പോൾ പരോൾ കിട്ടുന്നു. കൊടി സുനിക്ക് കഴിഞ്ഞ വർഷം ഡിസംബറിൽ പരോൾ അനുവദിച്ചതും വിവാദമായിരുന്നു. ടി.പി. വധക്കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന സമയത്ത് തന്നെ മറ്റു കേസുകളിൽ പ്രതിയാവുകയും പോലീസിന്റെ പ്രൊബേഷൻ റിപ്പോർട്ട് നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് കൊടി സുനിക്ക് പരോൾ അനുവദിച്ചത്. തവനൂർ ജയിലിൽ നിന്ന് 30 ദിവസത്തേക്ക് സുനി പുറത്തിറങ്ങിയത് അമ്മയുടെ അപേക്ഷ പരിഗണിച്ചുള്ള ജയിൽ DGPയുടെ നടപടിയിലായിരുന്നു. ടി.പി. കേസിലെ പ്രതികൾക്ക് ചട്ടങ്ങൾ പാലിക്കാതെ പരോൾ അനുവദിച്ചെന്ന ആക്ഷേപം ഉയർന്നെങ്കിലും സർക്കാർ അവഗണിക്കുകയായിരുന്നു.
ഒരു പരോളിന് ശേഷം 2 മാസം പിന്നിട്ടപ്പോൾ വീണ്ടും സുനിക്ക് പരോൾ അനുവദിച്ചു. 2019 പരോളിനിടെ യുവാവിനെ റിസോർട്ടിൽ ഭീഷണിപ്പെടുത്തിയെന്ന കേസിലും കൊടിസുനിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. വിയൂർ ജയിലിൽ കൊടിസുനിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ പിടിച്ചതടക്കം സംഭവങ്ങളുണ്ടായി. ശിക്ഷ ഇളവില്ലാതെ ഹൈക്കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച പ്രതികളെ വിട്ടയക്കാൻ നടത്തിയ നീക്കം വിവാദമായിരുന്നു. പ്രതികളുടെ അപ്പീൽ തള്ളി ശിക്ഷ വിധിച്ച ഹൈക്കോടതി 20 വർഷം വരെ ശിക്ഷ ഇളവ് പാടില്ലെന്നും വിധിച്ചു. ഇത് അവഗണിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിലെ തടവുകാർക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള പട്ടികയിൽ TP കേസ് പ്രതികളെയും ഉൾപ്പെടുത്തി. പിന്നീട് ഇത് നടക്കാതെ പോവുകയും ചെയ്തു. നേരത്തെ കൊടിസുനിക്ക് പോലീസ് റിപ്പോർട്ട് തള്ളി പരോൾ അനുവദിച്ചതിനെ പിന്തുണച്ച് CPM മുതിർന്ന നേതാവ് P ജയരാജനും രംഗത്ത് വന്നിരുന്നു. കൊടിസുനിക്ക് പരോൾ നൽകിയതിൽ എന്ത് മഹാപരാധമെന്ന് P ജയരാജൻ ചോദിച്ചത്. അർഹതയുണ്ടായിട്ടും സുനിക്ക് 6 വർഷമായി പരോൾ അനുവദിച്ചില്ല. കോവിഡ് കാലത്ത് പോലും പരോൾ നൽകിയിരുന്നില്ലെന്നും P ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു. പരോൾ ലഭിച്ച ശേഷം വയനാട് മീനങ്ങാടി സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടാകുമെന്നായിരുന്നു കൊടിസുനി അറിയിച്ചിരുന്നത്. എന്നാൽ ഇയാൾ അവിടെ ഉണ്ടായില്ലെന്നാണ് മീനങ്ങാടി CIയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ജാമ്യം റദ്ദാക്കിയതിനെ തുടർന്ന് തിരികെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഇയാളെ എത്തിച്ചു. അതേസമയം തലശ്ശേരി കോടതിയിൽ വെച്ച് മദ്യപിക്കുന്നതിനായി അവസരമൊരുക്കി നൽകിയതിന് 3 പോലീസുകാർക്കെതിരെ വകുപ്പ് തല നടപടിയും എടുത്തിരുന്നു. പരോളിലുള്ള കൊടിസുനിയെ വീണ്ടും കണ്ണൂർ ജയിലിൽ എത്തിച്ച ശേഷമാണ് പോലീസുകാർക്കെതിരായ നടപടി പോലും പുറത്തുവന്നത്. കരുതലോടെയാണ് പോലീസ് നീങ്ങിയത്. കൊടിസുനി പരോളിലുള്ളപ്പോൾ പോലീസുകാരുടെ നടപടി ചർച്ചയായാൽ അത് വിവാദത്തിന് പല തലം നൽകുമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കൊടിസുനിയെ വീണ്ടും ജയിലിൽ അടച്ചത്. പരോൾ വ്യവസ്ഥ ലംഘിച്ച കൊടിസുനിക്ക് ഇനിയും പരോൾ നൽകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. ഇതിനൊപ്പം തവനൂർ ജയിലിലായിരുന്ന കൊടിസുനിയെ കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ എത്തിച്ചതും ഗൂഢാലോചനയുണ്ടെന്ന വാദം സജീവമാണ്. TP കേസ് പ്രതി കൊടിസുനിയുടെ പരോൾ ഇപ്പോൾ റദ്ദാക്കിയത് വിവാദം ഭയന്നാണെന്ന് വ്യക്തമാണ്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതിനെ തുടർന്നാണ് നടപടി. ജൂലൈ 21-നാണ് കൊടിസുനിക്ക് അടിയന്തര പരോൾ അനുവദിച്ചിരുന്നത്. വയനാട് മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന വ്യവസ്ഥ ലംഘിച്ചതിനാണ് പരോൾ റദ്ദ് ചെയ്തത്. സുനി അയൽ സംസ്ഥാനത്തേക്ക് പോയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുണ്ട്. 15 ദിവസത്തെ അടിയന്തര പരോളായിരുന്നു അനുവദിച്ചിരുന്നത്. പരോൾ ലഭിച്ച ശേഷം വയനാട് മീനങ്ങാടി സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടാകുമെന്നായിരുന്നു കൊടിസുനി അറിയിച്ചിരുന്നത്. എന്നാൽ ഇയാൾ ഇവിടെ ഉണ്ടായില്ലെന്നാണ് മീനങ്ങാടി CIയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ജാമ്യം റദ്ദാക്കിയതിനെ തുടർന്ന് തിരികെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഇയാളെ എത്തിച്ചു. അതിനുശേഷമാണ് മദ്യപാന വിവാദം പുറത്തുപോലും അറിയുന്നത്. മാഹി ഇരട്ട കൊലപാതക കേസിന്റെ വിചാരണ തലശ്ശേരി സെഷൻസ് കോടതിയിൽ നടക്കുന്നതിനിടെ കഴിഞ്ഞ മാസമാണ് സംഭവം നടന്നത്. കഴിഞ്ഞ മാസമായിരുന്നു സംഭവം പുറത്തു വന്നത്. ഇതിന് പിന്നാലെയായിരുന്നു പോലീസുകാർക്കെതിരെ നടപടിയെടുത്തത്. കൊടിസുനി, ഷാഫി എന്നിവർക്കായി മറ്റൊരാൾ എത്തിച്ചേർത്ത മദ്യമാണ് ഉദ്യോഗസ്ഥർ കൈമാറിയത്. ഇതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തുവരികയും പരാതിയുടെ അടിസ്ഥാനത്തിൽ സംഭവം പരിശോധിച്ച് വകുപ്പ് തല നടപടി ഉണ്ടാകുമായിരുന്നു. നേരത്തെ കൊടിസുനി ജയിലിൽ ഫോൺ ഉപയോഗിച്ചതടക്കം പുറത്തു വന്നിരുന്നു. 2024-ൽ 30 ദിവസം പരോൾ ലഭിച്ചതിനെ തുടർന്ന് TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടിസുനി തവനൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു. പരോളുമായി സുനി ജയിലിൽ നിന്ന് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിവരം രഹസ്യമാക്കി വെക്കാനായിരുന്നു ജയിൽ അധികൃതരുടെ ശ്രമം. പോലീസ് റിപ്പോർട്ട് എതിരായതിനാൽ 6 വർഷമായി കൊടിസുനിക്ക് പരോൾ അനുവദിച്ചിരുന്നില്ല. തടവ് ശിക്ഷ അനുഭവിക്കെ ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു, കൊട്ടേഷൻ സംഘങ്ങളുടെ പ്രവർത്തനം ഏകോപിപ്പിച്ചു, ജയിൽ ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചു തുടങ്ങിയ കേസുകളിലും പ്രതിയായതിനെ തുടർന്നാണ് സുനിക്ക് പരോൾ കൊടുക്കാതിരുന്നത്. മകന് പരോൾ അനുവദിക്കില്ലെന്ന് കൊടിസുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷൻ അപേക്ഷ നൽകിയിരുന്നു. ഇതാണ് ഡിസംബറിലെ പരോളിന് കാരണമായത്. വീണ്ടും 6 മാസത്തിനകം പരോൾ കിട്ടി. തവനൂർ ജയിലിലായിരുന്ന കൊടിസുനിയെ കണ്ണൂർ ജയിലിൽ എത്തിച്ചതും സംശയാസ്പദമാണ്. ഏത് സാഹചര്യത്തിലാണ് ഇത് സംഭവിച്ചതെന്ന് ഇനിയും വ്യക്തമല്ല. വിയൂരിലെ അതിസുരക്ഷാ ജയിലിൽ സഹതടവുകാരുമായി ചേർന്ന് കലാപമുണ്ടാക്കാൻ ശ്രമിച്ചതോടെയാണ് കൊടിസുനിയെ 2023 നവംബർ 9-ന് തവനൂരിലേക്ക് മാറ്റിയത്. വിയൂരിൽ കൊടിസുനി സന്തോഷവാനായിരുന്നു. അവിടെ കിടന്നും കൊട്ടേഷൻ പ്രവർത്തികൾ ചെയ്തു. തവനൂരിലെത്തിയതോടെ അത് നടക്കാതെ പോയി. ഇതോടെയാണ് കൊടിസുനി പരോളിന് ശ്രമിച്ചത്. പിന്നീട് കണ്ണൂരിലെത്തുകയും ചെയ്തു. ഇതും വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് സൂചനകളുണ്ട്.